ഇപ്പോൾ അതിർത്തിയിൽ വലിയ തർക്കങ്ങളാണ് നടക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ പ്രകോപിപ്പിക്കുക എന്നുള്ളൊരു തന്ത്രമാണ്. പ്രകോപിപ്പിക്കുക എന്നുള്ള തന്ത്രം പറയാൻ കാരണം ഇന്ത്യ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായാൽ തങ്ങൾക്കതൊരു വലിയ ലൈസൻസായി എടുത്തുകൊണ്ട് ആണവായുധം പ്രയോഗിക്കുന്ന അറ്റം വരെ പോകാൻ കഴിയും എന്നുള്ള അർത്ഥമുള്ള പ്രസ്താവനകളൊക്കെ നടത്തി ഇന്ത്യയിൽ കൂടുതൽ അസ്ഥിരത ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിന് തെരഞ്ഞെടുത്ത സമയമാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പ്രത്യേകിച്ച് അമേരിക്കൻ വൈസ് പ്രസിഡന്റും കുടുംബവും ഒക്കെ ഇവിടെ സന്ദർശനം നടത്തുന്ന സമയം ഇന്ത്യ സൗദി അറേബ്യയുമായുള്ള ബന്ധം, ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെയാണ്, അവരുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുന്ന സമയം. അതുകൊണ്ട് ജമ്മു കാശ്മീർ ഏറെക്കുറെ ശാന്തമായി വരുന്നു. ഇന്ത്യ അതിനോട് കൂട്ടിച്ചേർത്തതിന് ശേഷം, അല്ലെങ്കിൽ ഒരു സാധാരണ സംസ്ഥാന പദവിയിലേക്ക് മാറ്റിയതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീർ സമാധാനമായിരിക്കുകയായിരുന്നു. അവിടെ ടൂറിസ്റ്റുകളൊക്കെ ആകർഷിച്ചുടഞ്ഞ് ശക്തമായി അവിടുത്തെ സമ്പദ് വ്യവസ്ഥ മാറുകയും അവിടെയുള്ള ജനങ്ങൾ സമാധാന ജീവിതത്തിലേക്കും ഒക്കെ പോയപ്പോൾ തങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാവുമെന്ന് തിരിച്ചറിഞ്ഞ ഭീകരവാദികൾ തങ്ങളുടെ ശക്തി ഇതൊക്കെയാണെന്ന് ലോകത്തെ കാണിക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമായിട്ട് തന്നെയാണ് നമ്മൾ ഇതിനെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പാകിസ്ഥാൻ നടത്തുന്ന വിക്രിയകളൊക്കെ ഇന്ത്യക്ക് വളരെ നന്നായി അറിയാം. ആലോചിച്ച് ഉറപ്പിച്ച് മാത്രമേ ഇന്ത്യ അതിന് മറുപടി നൽകുകയുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഇരു രാജ്യങ്ങളും, പാകിസ്ഥാൻ തുടർച്ചയായി അതിർത്തിയിൽ ഷെല്ലാക്രമണം നടത്തുകയാണ്. പല ഭാഗത്തും ശക്തമായ ആക്രമണം, അവരുടെ പല സൈനിക പോസ്റ്റുകളും ഇന്ത്യ ചെറിയ ആക്രമണത്തിന് മറുപടിയായി തന്നെ ഇന്ത്യ തകർത്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇനി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് പ്രകോപനം ഉണ്ടായാൽ അത് ഒരു മുൻവിധിയും കൂടാതെ ഇന്ത്യ ആക്രമണം നടത്തുന്നതിനുള്ള, അല്ലെങ്കിൽ ഇന്ത്യ തിരിച്ചടിക്കുവാനുള്ള പരിപൂർണമായുള്ള നിർദ്ദേശം ഇന്ത്യൻ സൈന്യത്തിന് നൽകിയിട്ടുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. തിരിച്ചടിക്ക് മടിക്കേണ്ട എന്നുള്ളതാണ്. അതിനെ തുടർന്ന് തന്നെ സൈന്യം സിംബോളിക്കായി ഞങ്ങൾ സജ്ജരാണ് എന്നുള്ള ചിത്രങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇരു രാജ്യങ്ങളും യുദ്ധസമാന സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത്. നമ്മൾ ഇതിനോടകം തന്നെ ചില തിരിച്ചടികൾ പാകിസ്ഥാന് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. കാരണം സിന്ധു നദിയിലെ കരാർ എന്ന് പറയുന്നത്, അതിൽ നിന്ന് പിന്മാറുക എന്നത് വാട്ടർ ബോംബ് പാകിസ്ഥാനിൽ പരീക്ഷിക്കുന്നതിന് തുല്യമായിട്ടാണ്. അത് ബോംബായി അവിടെ വീഴുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പരിണിത ഫലം ഒരു ബോംബിനേക്കാൾ മാരകമായി അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥയിലും ജനങ്ങളുടെ ജീവിത നിലവാരത്തിലും ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇന്ത്യ അത് ആഗ്രഹിക്കുന്നില്ല ഒരർത്ഥത്തിലും. പക്ഷേ നമ്മുടെ ജനതയുടെ സമാധാനവും കാക്ഷിച്ചുകൊണ്ട് സന്തോഷകരമായി ജമ്മു കാശ്മീർ സന്ദർശിച്ച, അവിടെ അവധിക്കാലം ചെലവഴിക്കാനെത്തിയ നമ്മുടെ ടൂറിസ്റ്റുകളെ അവർ ഇല്ലായ്മ ചെയ്തത്, അവിടെ രക്തം വീഴ്ത്തിയതിന് മറുപടി നൽകുക എന്നുള്ളത് ഇന്ത്യ അപ്പോൾ സകല മനുഷ്യത്വവും മാറ്റിവെക്കുകയാണ്. ഇത് പാകിസ്ഥാൻ കൂടി ഇതിൻ്റെ വേദന തിരിച്ചറിയണം എന്നുള്ളത് കൊണ്ട് ഇന്ത്യ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. ആലോചിച്ചുറച്ച എടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് ഇന്ത്യ ഇതിനോടകം തന്നെ നൽകിയിട്ടുള്ള തിരിച്ചടികൾ പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ അതിനെ മറുപടിയായി ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടാൽ ഒരു ദയയും കൂടാതെ ഇന്ത്യ തിരിച്ചടിക്കും എന്നുള്ള കാര്യം സംശയമൊന്നും വേണ്ട. എന്തായാലും സ്ഥിതികൾ ഒരല്പം സങ്കീർണമാണ്. ഏത് നിമിഷവും യുദ്ധസമാനമായി തന്നെയാണ് സാഹചര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിർത്തിയിൽ പലതരത്തിലുള്ള വിന്യാസങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. സുഖോയ് വിമാനങ്ങൾ നമ്മൾ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ അന്തർവാഹിനികൾ നമ്മൾ പല പ്രദേശങ്ങളിലേക്ക് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. പടക്കപ്പലുകൾ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. സൈനിക വിന്യാസങ്ങളും അഭ്യാസങ്ങളും നമ്മൾ അതിർത്തി പ്രദേശങ്ങളിൽ നടത്തി കഴിഞ്ഞിരിക്കുന്നു. രാജ്യങ്ങൾ അന്തർദേശീയ രംഗത്ത് നമ്മൾ സഹായം ഉറപ്പുവരുത്തിയിരിക്കുന്നു. ഇങ്ങനെ പടിപടിയായി എല്ലാ തീരുമാനങ്ങളും ഇന്ത്യ ഇതിനോടകം എടുത്ത് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇന്ത്യ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും അതിർത്തിയിൽ ഭീകരവാദികളെ കടത്തിവിടാനായി, നുഴഞ്ഞുകയറ്റക്കാരെ കടത്തിവിടാനായി അതിർത്തിയിൽ നിരന്തരമായി ഷെല്ലാക്രമണം നടത്തിയാൽ പാകിസ്ഥാൻ കനത്ത വില നൽകേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും ഒരു യുദ്ധം ഇരു രാജ്യങ്ങളും ആഗ്രഹിക്കുവാൻ സാധ്യതയില്ല. എന്നാൽ രാജ്യത്തെക്കാൾ ഉപരി തീവ്രവാദത്തെ പുൽകുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങളുടെ മനസ്സല്ലല്ലോ അധികാരം കൈയാളുന്ന ഭീകരവാദികളുടേത് എന്നുള്ളത് കൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അവിടെ നിന്ന് ഏതുണ്ടാകുന്ന ഒരു നടപടിയും ഒരുപക്ഷെ ശക്തമായ പ്രത്യാക്രമണത്തിന് ഇന്ത്യ മുതിർന്നേക്കും. അതുകൊണ്ട് തന്നെ വളരെ വളരെ ആകുലതപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരാകുലതയുമില്ല. കാരണം ഇന്ത്യൻ മണ്ണിൽ വീണ ചോരയ്ക്ക് പകരം ചോദിക്കുക എന്നുള്ളത് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ്. സകല രാഷ്ട്രീയ വിമർശനങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പാർലമെൻറ്റിൽ അതിൻ്റെ പ്രത്യേക സമിതികൾ യോഗം ചേർന്നപ്പോൾ ആലോചിച്ചൊക്കെ പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ നിന്ന് വന്ന് മടങ്ങിയെത്തിയിട്ട് വിമാനത്താവളത്തിൽ ഇരുന്നുകൊണ്ടാണ് ചർച്ചകൾ നടത്തിയത്. അത്ര പ്രാധാന്യത്തോടുകൂടി. എന്നിട്ട് എന്താ പറഞ്ഞേ? ആഭ്യന്തര മന്ത്രി അമിത്ഷായോട് പറഞ്ഞു, പോയി സന്ദർശിക്കൂ, ജമ്മു കാശ്മീർ സന്ദർശിച്ചു വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അത്ര ഗൗരവത്തോടു കൂടിയാണ് ഇന്ത്യ ഈ വിഷയത്തെ കണ്ടിട്ടുള്ളത്. യുദ്ധസമയത്ത് പോലും പിന്മാറാത്ത, ഒരു വാട്ടർ ബോംബായി നമ്മൾ പരീക്ഷിക്കാത്ത, അതിൽ നിന്ന് പിന്മാറാത്ത സിന്ധു നദീജല കരാറിൽ നിന്ന് ഇപ്പോൾ പിന്മാറിയെങ്കിൽ
സർജിക്കൽ സ്ട്രൈക്ക് നമ്മൾ മുൻപ് നടത്തിയിട്ടുള്ളപ്പോൾ പോലും ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടില്ല എങ്കിൽ, നമ്മളിപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഭീകരവാദികളെ നിങ്ങൾ ഓർത്തിരുന്നോളുക, തിരിച്ചടി ഉടനെ ഉണ്ടാകും എന്നുള്ളത്. അതിർത്തി പ്രദേശത്ത് നടത്തിയിട്ടുള്ള ഇപ്പോഴുണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ സ്വാഭാവികമായും അത് ആകുലത ഉണ്ടാക്കുന്നുള്ളതാണ്. ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനെ പ്രകോപിപ്പിക്കുമെന്ന് തോന്നില്ല. എന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ പ്രത്യാക്രമണം അതീവ ഗുരുതരമായിരിക്കുമെന്നുള്ള സൂചന ഇന്ത്യ നൽകിയിട്ടുണ്ട്. അത് ശരിയുമാണ് എന്നുള്ളതാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിൽ ട്രംപ് ഇടപെടുമോ എന്നുള്ളതാണ് പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുള്ള ഒരു ചോദ്യം. ട്രംപ് ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കും തങ്ങൾ ഇടപെടുകയില്ല എന്ന്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ത്യ അമേരിക്ക സൗഹൃദം മെച്ചപ്പെട്ടു വരുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ലോകത്തിൽ ചൈനയുടെ പിന്തുണ എപ്പോഴും ഉറപ്പുവരുത്താനാണ് പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് ശീതസമരാനന്തര കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ശീതകാലഘട്ടത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു സാറ്റലൈറ്റ് രാജ്യമായിരുന്നു എന്നുള്ളതാണ്. അവിടെയുള്ള പല ഭീകരവാദികൾക്ക് സഹായം എത്തിക്കുന്നതിലൊക്കെ അന്ന് അമേരിക്ക പാകിസ്ഥാന് നൽകിയിരിക്കുന്ന സാമ്പത്തിക സഹായം പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മുമ്പ് അമേരിക്കയുടെ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടുകൾ ഒക്കെ അവിടെ വന്ന സമയത്ത് വലിയ വിവാദം ഉണ്ടായിരുന്നു. പാകിസ്ഥാന് അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങൾ പലപ്പോഴും അവർ തീവ്രവാദ ശക്തികളെ സഹായിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതായിട്ടുള്ള വാർത്തകൾ വരികയും അതൊരർത്ഥത്തിൽ പാകിസ്ഥാൻ തന്നെ പാർലമെന്റിൽ സമ്മതിക്കുകയും ചെയ്ത കാര്യമാണ് എന്നുള്ളതാണ്. അവർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. മാത്രമല്ല, ഇപ്പോൾ ഈ പല കാര്യങ്ങളിലും അമേരിക്കയും ചൈനയും തമ്മിൽ നിൽക്കുന്ന പുതിയ ശീതസമര കാലഘട്ടത്തിൽ അവിടെ പലപ്പോഴും ചൈനയാണ് പാകിസ്ഥാന് പിന്നിൽ വലിയ തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കരുതൽ എന്നോണം ഒരല്പം ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു രാജ്യമല്ല എന്നുള്ള കാര്യം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അറിയാം. മാത്രമല്ല, ലോകത്തെ ഒരു ടെററിസം, ഭീകരവാദം ഉണ്ടാക്കുന്ന ഫാക്ടറിയായിട്ടാണ് പാകിസ്ഥാനെ പലരും വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു രാജ്യവുമായുള്ള സൗഹൃദം ഒരിക്കലും അമേരിക്കയ്ക്ക് ഗുണം ചെയ്യില്ല എന്നുള്ള തിരിച്ചറിവ് ട്രംപിനുണ്ട്. മാത്രമല്ല, ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയാണെന്നും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു സൗഹൃദം എന്ന് പറയുന്നത് ലോക രാഷ്ട്രീയത്തിൻ്റെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഏറ്റവും പ്രധാനമാണെന്നും ട്രംപിന് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള ഇന്ത്യയുടെ വലിയ മാർക്കറ്റ്, ഇന്ത്യ വളർന്നു വലിയ രാജ്യം, ഇന്ത്യയിലെ എത്രയോ വലിയ ശക്തിയുള്ള ഇന്ത്യൻ ജനത അമേരിക്കയിലുണ്ട്, നമ്മുടെ കുടിയേറ്റക്കാർ അവിടെ ഉണ്ട്, ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യൻ വംശജരായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ പാകിസ്ഥാനെ പിണക്കിയാലും ഇന്ത്യയുടെ സൗഹൃദം അവർ നിലനിർത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പോൾ നടത്തിയ ഭീകരവാദ ആക്രമണത്തെ ഒരർത്ഥത്തിലും അമേരിക്ക പിന്തുണയ്ക്കുകയില്ല. അമേരിക്ക തന്നെ ഭീകരവാദത്തിൻ്റെ ഇരയാണ്. ഇത് വളരെ കൃത്യമായി ഇന്ത്യ തെളിവുകൾ നിരത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരർത്ഥത്തിലും പാകിസ്ഥാൻ്റെ സഹായം കൊടുക്കുക എന്നുള്ളത് അമേരിക്കയ്ക്ക് സാധ്യമായൊരു കാര്യമല്ല. ഇന്ത്യയുടെ ഏതെങ്കിലും തരത്തിലുള്ള സൗഹൃദം അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അമേരിക്ക ഒരു കാരണവശാലും അതിനെ സപ്പോർട്ട് ചെയ്യില്ല. മാത്രമല്ല, അമേരിക്കയ്ക്കും അറിയാം ഇവാൻസ് എവിടെയുണ്ട്, തങ്ങളെ ഈ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് തന്നെയാണ് ഭീകരവാദികൾ പ്രവർത്തിക്കുന്നവരുടെ ഉദ്ദേശശുദ്ധികൾ മനസ്സിലാക്കാനുള്ള കഴിവ് അമേരിക്കയ്ക്കും ട്രംപിനും ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പിന്തുണ എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ തങ്ങൾ, അതായത് അമേരിക്കയുടെ ഒരു സാറ്റലൈറ്റ് രാജ്യമായിരുന്ന പാകിസ്ഥാന് ഇപ്പോൾ തങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുകയില്ല എന്ന് ട്രംപ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഇന്ത്യ പിന്തുണയ്ക്കുന്നു എന്നാണ്. കാരണം അവരുടെ ഏറ്റവും വലിയ ഒരു സാറ്റലൈറ്റ് രാജ്യമായിരുന്ന പാകിസ്ഥാനെ തങ്ങൾ പിന്തുണയ്ക്കേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഞങ്ങളത് പിന്തുണയ്ക്കില്ല എന്ന് പറയുമ്പോൾ അത് മറു രാജ്യത്തിന് അനുകൂലമായി മാറുന്നു എന്നുള്ളതാണ്. അത് ഇന്ത്യക്ക് അനുകൂലമായി തീരുമാനം വരുന്നു എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ട്രംപിൻ്റെ ഈ തീരുമാനം ഇന്ത്യക്ക് അനുകൂലമാണ് എന്ന് ആർക്കാണ് മനസ്സിലാവാത്തത്? അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ഇസ്രയേലും ബ്രിട്ടനും ജപ്പാനും ഓസ്ട്രേലിയയും ഒക്കെ പിന്തുണയുമായി ഇന്ത്യക്ക് വരുമ്പോൾ ഭയന്ന് വിറച്ചു നിൽക്കുന്നൊരു പാകിസ്ഥാനെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും തിരിച്ചടി വിദൂരമല്ല. ട്രംപിൻ്റെ നിലപാട് എന്തായാലും ഇതിൽ ഇടപാടില്ല എന്ന് ട്രംപിനെ നമുക്ക് ഒരു കാര്യത്തിൽ വിശ്വസിക്കാം. ട്രംപ് പറഞ്ഞത് അതുപോലെ പാലിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് അന്തർദേശീയ രംഗത്തെ ചില തീരുമാനങ്ങളെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അധികാരത്തിൽ വന്ന നികുതി കൂട്ടും അദ്ദേഹം കൂട്ടി. ട്രംപ് ആദ്യം അമേരിക്കയിൽ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിർത്തിയിൽ മൈഗ്രേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അനധികൃത കുടിയേറ്റമൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതിർത്തിയിൽ പല സ്ഥലങ്ങളിലും ഞങ്ങൾ മതിൽ കെട്ടുമെന്ന് പറയും. അപ്പോൾ അത് കിറുക്കൻ സ്വപ്നം, ഭ്രാന്തമായ സ്വപ്നം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയെങ്കിൽ അദ്ദേഹം അതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങിയപ്പോഴാണ് പലരും അത്ഭുതപ്പെട്ടു പോയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കിറുക്കനായൊരു ഭരണാധികാരിയല്ല, വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള അമേരിക്കൻ ജനതയ്ക്ക് യോജിച്ച തീരുമാനങ്ങൾ എടുക്കുന്നൊരു ഭരണാധികാരിയാണ്. അതുകൊണ്ട് അദ്ദേഹം നൽകിയിട്ടുള്ള ഈ ഉറപ്പ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമാധാനവും സന്തോഷവും ഉണ്ടാക്കുന്നതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആകുലതകളും ആശങ്കകളും ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ
ഈ അമേരിക്ക ഇത് വിട്ടു നിൽക്കില്ല എന്നുള്ളത് ഒരു വലിയ സൂചനയാണ്, ഇന്ത്യക്ക് ഒരു വലിയ പിന്തുണയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ലോകം ഏതെങ്കിലും തരത്തിലുള്ള അസ്ഥിരതയിലേക്ക് മാറുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇന്ത്യക്കല്ല എന്ന് ലോക ജനത തിരിച്ചറിയുന്ന ഒരു സന്ദർഭം കൂടിയാണത്. എന്നും ലോക സമാധാനത്തെയും സുരക്ഷയെയും ആകാംക്ഷിച്ചിരുന്ന ഇന്ത്യ ലോകത്ത് സമാധാനത്തിന് വേണ്ടി ആദ്യമായൊരു പീസ് ഉടമ്പടികൾക്കും വേണ്ടി പീസ് സമ്മേളനം വിളിച്ചു ചേർക്കാൻ ശ്രമിച്ച ജവഹർലാൽ നെഹ്റുവിൻ്റെ രാജ്യമാണിത്, ഗാന്ധിയുടെ രാജ്യമാണിത്. അതുകൊണ്ട് തന്നെ ഈ ലോക സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ വേണ്ടി ഇന്ത്യ കൈക്കൊണ്ടിട്ടുള്ള നടപടികൾ ലോകം മുഴുവൻ അംഗീകരിച്ചതാണ്. ഇന്ത്യ ഒരു റെസ്പോൺസിബിൾ ന്യൂക്ലിയർ പവർ എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഉത്തരവാദിത്വ ബോധമുള്ള ആണവ നയം പിന്തുടരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ലോക രാജ്യങ്ങളെ പാകിസ്ഥാനിൽ പിന്തുണയ്ക്കുന്നതിനേക്കാൾ ഇന്ത്യയെ പിന്തുണയ്ക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ലോക തീവ്രവാദത്തിൻ്റെ ഫാക്ടറിയായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാന് തീർച്ചയായും തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അവർ അന്തർദേശീയ രംഗത്ത് കൂടുതൽ ഒറ്റപ്പെടാനാണ് സാധ്യത ഇത്തരുണത്തിൽ എന്ന് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്.